നമസ്കാരം. അടുത്ത നിമിഷം ഇറാനെ കുരുതിക്കളമാക്കി മാറ്റി അമേരിക്ക. ബോംബിട്ട് കത്തിച്ച് ചാരമാക്കി ഇറാനിയൻ കൊട്ടാരം. ലോകത്തെ വിറപ്പിച്ച അണുബോംബ് ഭീഷണികൾക്കും യുദ്ധകാഹളങ്ങൾക്കും ഒടുവിൽ ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് അവസാന നിമിഷം അമേരിക്ക പിന്മാറി. ആ പിന്മാറിയതിൻ്റെ ആശ്വാസത്തിലാണ് ലോകം. പക്ഷേ ഇക്കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടായ സമ്മർദ്ദമാണ് ട്രംപിനെ ഇത്തരത്തിലൊരു തീരുമാനം അത് പിൻവലിക്കുവാൻ നിർബന്ധിതനാക്കിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാനെതിരെ ആസൂത്രണം ചെയ്തിരുന്ന അതിശക്തമായിട്ടുള്ള സൈനിക ആക്രമണം പിൻവലിച്ചിരിക്കുന്നു. ഇറാനുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ വീണ്ടും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. ന്യൂജേഴ്സിയിൽ നിന്ന് വാഷിംഗ്ടണിലേക്കുള്ള യാത്രയ്ക്കിടെ എയർഫോഴ്സ് 1 വിമാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ നാടകീയമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കാണാനിരിക്കുന്ന ഏറ്റവും വലിയതും വിനാശകരവുമായിട്ടുള്ള ആകാശ ആക്രമണത്തിനാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈന്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ അവസാന നിമിഷം നയതന്ത്ര ചർച്ചകൾക്കൊരു അവസരം കൂടി നൽകാനായിട്ട് US സൈനിക നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു നിമിഷം കൊണ്ട് തന്നെ തകർത്ത് തരിപ്പണമാക്കിയേനെ ഇറാനെ. അപ്പോൾ പ്രത്യാക്രമണം കൂടുതൽ അപകടകരമായിട്ടുള്ള അനിശ്ചിതത്വത്തിലേക്ക് വഴിവെക്കുമെന്നും ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്നും മേഖലയിലെ പ്രധാന ശക്തികളായിട്ടുള്ള സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങൾ ട്രംപിനോട് ശക്തമായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. ഹോർമുസ് കടലിലേക്ക് തുറക്കുക, ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള മിലീഷ്യകൾ ഗൾഫ് രാജ്യങ്ങൾക്കും ജോർദാനും നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക, ഇറാനെതിരെയുള്ള നാവിക ഉപരോധം US അവസാനിപ്പിച്ച് എണ്ണ കയറ്റുമതി പുനരാരംഭിക്കുവാൻ അനുമതി നൽകുക തുടങ്ങിയ വ്യവസ്ഥകളാണ് ചർച്ചയിലുള്ളത്. ഹോർമുസ് കടലിടുക്ക് വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയെന്നും ഇറാൻ്റെ ആണവ നിരായുധീകരണം സംബന്ധിച്ച കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നുമൊക്കെ ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ ഇതിനോട് ഇതുവരെയും ഔദ്യോഗികമായിട്ട് അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടില്ല. ഫെബ്രുവരി 28 മുൻപുള്ള അവസ്ഥയിലേക്ക് ഹോർമുസ് കടലിലേക്ക് ഇനി മടങ്ങില്ല എന്നും കടലിലേക്ക് പൂർണ്ണമായിട്ട് തുറക്കുന്നതിനെക്കുറിച്ച് നിലവിൽ ചർച്ചകളൊന്നും ഇല്ല എന്നുമാണ് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപിൻ്റെ പുതിയ നയതന്ത്ര നീക്കം യുദ്ധം ഒഴിവാക്കുമോ അതോ വീണ്ടും പുകയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകവും. അതേസമയം അമേരിക്കയുടെ സാഹസികതയെ നേരിടാൻ ഇറാൻ പൂർണ്ണമായിട്ടും സജ്ജമാണ് എന്നും അതിന് മുന്നറിയിപ്പുമായിട്ട് അബ്ബാസ് അറഗാച്ചി എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷത്തിൻ്റെ മേഘങ്ങൾ കട്ടിയാവുകയാണ്, അല്ലെങ്കിൽ ഉരുണ്ടുകൂടുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്കേറ്റം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചി അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ലക്ഷ്യമിട്ട് അമേരിക്ക പുതിയ സൈനികമോ ആക്രമണാത്മകമായിട്ടുള്ളതോ ആയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയാൽ, അതിന് മുതിർന്നാൽ അതിന് ശക്തവും നിർണായകവുമായിട്ടുള്ള മറുപടി നൽകാൻ രാജ്യം പൂർണ്ണ സജ്ജമാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രസ്താവന പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ്. അപ്പോൾ ട്രംപ് പറയുന്നത് ഒരു ഭാഗത്തും ഇറാൻ പറയുന്നത് മറ്റൊരു ഭാഗത്തുമായിട്ട് നിന്ന് കേൾക്കേണ്ടി വരുന്നു. യുദ്ധം അവസാനിപ്പിച്ചു എന്ന് ട്രംപ് പറയപ്പെടുമ്പോൾ ട്രംപ് ഏത് തരത്തിലാണോ വാഗ്വാദം നടത്തുന്നതിന് തിരിച്ചടി നൽകുവാൻ ഞങ്ങൾ കരുത്തരാണ് എന്ന് തെളിയിക്കാൻ ശക്തരാണ് എന്ന് പറയുകയാണ് ഇറാൻ. ഓഗസ്റ്റ് 1 തുർക്കി വിദേശകാര്യമന്ത്രി ഹാക്കാൻ ഫിദാനും പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറുമായിട്ട് നടത്തിയ പ്രത്യേക ടെലിഫോൺ സംഭാഷണങ്ങളിലാണ് അബ്ബാസ് അറഗാച്ചി തൻ്റെ നിലപാട് കൃത്യമായിട്ട് വ്യക്തമാക്കിയത്. അപ്പോൾ ഈ ചർച്ചകളിൽ മേഖലയിൽ രൂപം കൊണ്ടിരിക്കുന്ന പുതിയ സുരക്ഷാ സാഹചര്യം, ആ പുതിയ സുരക്ഷാ സാഹചര്യം, അമേരിക്കയുടെ സമീപകാല നടപടികൾ, അവയുടെ പ്രത്യാഘാതങ്ങൾ, ഭാവിയിൽ മേഖലയെ ബാധിക്കാവുന്ന സംഭവവികാസങ്ങൾ എന്നിവ വിശദമായിട്ട് വിലയിരുത്തിയതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ ടെലിഫോൺ സംഭാഷണത്തിനിടയ്ക്ക് വരെയും ഇറാൻ്റെ ദേശീയ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും രാജ്യസുരക്ഷയും ഒക്കെ ഒരു സാഹചര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് അറഗാച്ചി പറയുന്നത്. രാജ്യത്തിൻ്റെ അതിർത്തികളെയും ദേശീയ താൽപ്പര്യങ്ങളെയും സംരക്ഷിക്കുക എന്നത് ഇറാൻ്റെ പ്രഥമ ഉത്തരവാദിത്തമാണ് എന്നും വിദേശ ശക്തികളിൽ നിന്നുണ്ടാകുന്ന ഏത് തരത്തിലുള്ള ആക്രമണത്തിനും അതേ ശക്തിയിൽ തിരിച്ചടി നൽകാൻ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ നടപടികൾ പശ്ചിമേഷ്യയിൽ അസ്ഥിരത വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് ഇറാൻ്റെ ആരോപണം പോലും. മേഖലയിൽ സംഘർഷം കുറയ്ക്കുന്നതിന് പകരം സൈനിക സമ്മർദ്ദവും രാഷ്ട്രീയ സമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്ന സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നത് എന്ന് ഇറാൻ വിലയിരുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു തെറ്റായ കണക്കുകൂട്ടലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് അറഗാച്ചിയുടെ മുന്നറിയിപ്പ്. അപ്പോൾ ഇതിനുള്ള ഇറാൻ്റെ ഉന്നത സൈനിക നേതൃത്വം കൂടുതൽ കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന പ്രാദേശിക രാജ്യങ്ങൾ സംഘർഷത്തിൽ നേരിട്ടോ പരോക്ഷമായോ പങ്കാളികളാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ അവർക്ക് യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇറാനിയൻ സൈനിക കമാൻഡർമാർ നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ ഈ പ്രസ്താവന എന്ന് പറയപ്പെടുന്ന പശ്ചിമേഷ്യയിലെ സുരക്ഷാ അന്തരീക്ഷം കൂടുതൽ ആശങ്കാജനമാക്കുകയാണ്. കാരണം യുദ്ധം നടക്കുമോ നടക്കില്ലേ എന്നതിനെക്കുറിച്ചൊരു ധാരണയിൽ എത്താതായി പോകുന്നു. അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിൻ്റെ സമീപകാല നടപടികളെയും ഇറാൻ ശക്തമായിട്ട് വിമർശിച്ചു. ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഏകപക്ഷീയമായിട്ടുള്ള വെടിനിർത്തലിന് അതിനുശേഷവും അമേരിക്ക ഇറാൻ്റെ അവകാശവാദ പ്രകാരം നിരവധി നിയമലംഘനങ്ങൾ നടത്തിയെന്നാണ് ഇറാൻ്റെ ആരോപണം. അപ്പോൾ ഈ ആരോപണങ്ങൾ സ്വതന്ത്രമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിലും ഇറാൻ അതിനെ ഗുരുതരമായിട്ട് പ്രകോപനമായിട്ട് വിശേഷിപ്പിക്കുകയാണ്. ജൂൺ മാസത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ധാരണയിലെത്തിയതായിട്ട് ഇറാൻ പറയുന്നുണ്ട്.
എല്ലാ മുന്നണികളുമായിട്ടുള്ള ആക്രമണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നതായിരുന്നു ആ ധാരണയുടെ പ്രധാന ലക്ഷ്യം പോലും. എന്നാൽ അതിനുശേഷവും അമേരിക്ക തൻ്റെ ബാധ്യതകൾ പാലിച്ചില്ല എന്നും വിവിധ മേഖലകളിൽ ലംഘനങ്ങൾ തുടരുകയാണ് എന്നാണ് ഇറാൻ്റെ ആരോപണം. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ അനധികൃതമായിട്ട് നടക്കുന്ന കപ്പൽ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്ന എല്ലാ നടപടികൾക്കും ഇറാൻ്റെ സായുധ സേന ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അവകാശപ്പെടുകയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തിയും ദേശീയ സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ് ഇറാൻ്റെ ആവർത്തിച്ചുള്ള നിലപാട് പോലും. അപ്പോൾ ഇതിനിടെയാണ് ഇറാൻ്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ബാഗർ സോൾഖാദറും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായിട്ടുള്ള സമ്മർദ്ദങ്ങളും ആക്രമണാത്മകമായിട്ടുള്ള സമീപനവും തുടർന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കുന്നു. സുരക്ഷയ്ക്ക്, അതായത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏതു സാഹചര്യത്തിലും ഇറാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കൂടി അവർ പറയുകയാണ്. അപ്പോൾ പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങൾ ലോകശക്തികൾ വളരെ അടുത്തു നിന്ന് നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങനെ തന്നെ നോക്കിക്കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ലോക രാജ്യങ്ങൾ. കാരണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം രണ്ട് രാജ്യങ്ങൾ മാത്രം ഒതുങ്ങുന്നതല്ല. കാരണം എണ്ണവില, അന്താരാഷ്ട്ര വ്യാപാരം, സമുദ്രഗതാഗതം, ആഗോള സാമ്പത്തിക സ്ഥിരത, മാത്രമല്ല ഈ മേഖലയിലെ സഖ്യരാജ്യങ്ങളുടെ സുരക്ഷ എന്നിവയെല്ലാം ഈ പ്രശ്നവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാൽ ഈ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന ഓരോ സംഭവവും ലോകവിപണികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം രണ്ടുപേരും രണ്ട് ഭാഗങ്ങളിലേക്ക് പോകുന്നു. ട്രംപ് പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നു അല്ലെങ്കിൽ അവസാനിപ്പിച്ചിരിക്കുന്നുവെന്ന്. എന്നാൽ ഇറാൻ പറയുന്നത് അത്തരത്തിൽ ഒരു സാഹചര്യവും നിലവിലില്ല, ഏത് നിമിഷം വേണമെങ്കിലും അടിച്ചാൽ തിരിച്ചടിക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഇറാനെ കുരുതിക്കളമാക്കി മാറ്റാൻ പോകുന്ന തരത്തിലേക്കുള്ള വലിയ, എനിക്ക് തോന്നുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വലിയ യുദ്ധം അമേരിക്ക ഇറാനിൽ നടത്തിയതിനെ ബോംബിട്ട് കത്തിച്ച് ചാരമാക്കുക ഇറാനിയൻ കൊട്ടാരങ്ങളെ, ആ തരത്തിലുള്ള ഒരു വലിയ ഒരു സിറ്റുവേഷനിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു ട്രംപ് നടത്തിയിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം അതിൽ നിന്നൊരു മാറ്റമുണ്ടാകുന്നു. ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് എത്തിച്ചേരുകയും ചെയ്യുന്നു. അതിന് പിന്നിൽ ഈ സഖ്യകക്ഷികളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളുടെ വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ട്രംപിന് പിന്മാറേണ്ടി വന്നത് എന്നാണ് പറയപ്പെടുന്നത്.